സിന്ദൂരരേഖ എന്ന് പറഞ്ഞ സിനിമ, അത് ശരിക്ക് ചെറിയ ഒരു എന്താ പറയുക, അതൊരു ഫാമിലി സബ്ജക്റ്റാണ്. അതങ്ങനെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ഒന്നുമല്ല. സുരേഷ് ഗോപിയും ശോഭനയാണ് പ്രധാന കഥാപാത്രങ്ങൾ. അതിൽ പക്ഷേ ദിലീപ് അതിൽ സുരേഷ് ഗോപിയുടെ ഫ്രണ്ടായിട്ട് ദിലീപും ഹരിശ്രേ ശോഭന. ആ സിനിമ നിങ്ങൾ പലവരും കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, ഇന്നത്തെ ജനറേഷൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. കുറേ നല്ല പാട്ടുകളുള്ള ശരത്തിൻ്റെ മ്യൂസിക്കൽ സിനിമയാണ്. പക്ഷേ ദിലീപിൻ്റെ ചില ഹ്യൂമർ സീൻസ് ഒക്കെ ഉണ്ട് ആ സിനിമയിൽ, അധികമൊന്നുമില്ല. അതൊരു ഭയങ്കര ഒരു ഇമോഷണൽ ട്രാജഡി ലെൻഡ് ചെയ്യുന്നൊരു സിനിമയാണ്. പക്ഷേ ദിലീപ് ഹരിശ്രേ ശോഭന അവരുടേതായ കുറച്ച് കോമഡിയൊക്കെ കൊണ്ടൊന്ന് വർക്കൗട്ട് ചെയ്യിപ്പിച്ച ഒരു സിനിമയായിരുന്നു അത്. പിന്നെ ഈ പറഞ്ഞ പോലെ വൃദ്ധന്മാരെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ സിനിമ, വൃദ്ധന്മാരെ സൂക്ഷിക്കുകയും ഇവർ ജയറാമും ഖുഷ്ബുവാണ്. അതിൽ നമുക്കറിയാം കുറേ വൃദ്ധന്മാരുണ്ട്. ആ വൃദ്ധന്മാരുടെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ജയിലിൽ നിന്ന് കോടതിയിലേക്ക് ജഗദീഷ് ശ്രീകുമാറിൻ്റെ കഥാപാത്രം, പോലീസ് കഥാപാത്രം കൊണ്ടുപോകുന്ന വഴി ചാടിപ്പോകുന്ന 2 തടവ് പുള്ളികൾ, കള്ളന്മാർ, ഹരിശ്രേ ശോഭനും ദിലീപും. അവർ രണ്ടുപേരും പിന്നീട് വേഷം മാറി അവിടെ വന്നിട്ട് അവരുടെ ഒരു പൂണ്ടുവിളയാട്ടമുണ്ട്. അതായത് കോമഡിയൊക്കെ വേറൊരു തരത്തിലുള്ള കോമഡിയൊക്കെ അവർ കൊണ്ടുവന്ന് അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. നമുക്കറിയാം ദിലീപും ഹരിശ്രേ ശോഭനും അവരുടെ ഒരു ടൈമിങ്, അവർ രണ്ടുപേരും സ്ക്രീൻ എന്താ തിയേറ്ററിൽ അല്ലെങ്കിൽ തിയേറ്ററല്ല സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നവരാണ് അവരൊക്കെ. അവിടുന്ന് അങ്ങോട്ട് അവർ രണ്ടുപേരുടെ ഒരു റാപ്പോ ശരിക്കും നമ്മൾ കണ്ട സിനിമകളായിരുന്നു. പിന്നീട് നമുക്കറിയാം പറക്കുന്തളികി മീശ മാധവനും CID മ്യൂസിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ തുടക്കകാലത്ത് ജയറാം നായകനാകുമ്പോൾ അപ്പുറത്ത് വന്ന് പൂണ്ട് വിളയാടിയ ഒരു സിനിമ തന്നെയായിരുന്നു ഈ പറയുന്ന വൃദ്ധന്മാരെ സൂക്ഷിക്കുക.